ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞായറാഴ്ച സൺഡേ സ്പെഷ്യലാണ്. അപ്പം ഞങ്ങൾക്ക് വേറെ ഒന്നും കറിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ കറിയെന്ന് വെച്ചാൽ വരെ ഒരു വെറൈറ്റി പൊട്ടോറ്റോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് ചിക്കൻ കറി വെക്കുമ്പോൾ വയ്ക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ചെറിയ ഉള്ളി തക്കാളിയും കൂടെ വഴറ്റിക്കൊണ്ട് നിൽക്കുന്നു. അപ്പം ഞാൻ വെളുത്തുള്ളി ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വെറൈറ്റി കറിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഇതിന് മുമ്പ് വച്ചിട്ടുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പം ഒരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് രമ്പയില. കറിക്ക് കൂട്ട് കുറവാണെന്ന് വെച്ചിട്ട് ഒന്നും തോന്നണ്ട, പക്ഷെ കറി നല്ല ടേസ്റ്റി ആയിരിക്കും, രുചിയായിരിക്കും. പിന്നെ ഇതിൽ ഇത് പൊട്ടോറ്റോ ഫ്രൈ ചെയ്ത് കൊണ്ടിട്ടാണ് ഈ ചീനച്ചട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഫ്രൈ ചെയ്ത എണ്ണ ഞാൻ മാറ്റിയിട്ട് വേറെ എണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് സവാള തട്ടി കൊടുക്കുക. ഉള്ളി തക്കാളിയും കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നല്ല ഇതിന് കിട്ടിയിട്ട് ചെമ്പയിലൊന്ന് തട്ടി കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ഇത് ഞാൻ സവാളയും ഇട്ട് ഉപ്പും ചേർത്ത് വഴറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് കാണിച്ചില്ല, ഞാൻ അടച്ചു വെച്ചിട്ട് വേവിച്ചതാണ്. അതിനുശേഷം ഞാൻ തുറന്ന് എടുത്തപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് ഇനി മസാലക്കൂട്ട് ചേർത്തിട്ട് നമുക്ക് കിഴങ്ങൊക്കെ ഇടാം കേട്ടോ. കിഴങ്ങ് ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ വെളുത്തുള്ളിയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വെക്കുന്ന കറിയാണ്, നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. പുറത്ത് നല്ല മഴയാണ്, നല്ല മഴയല്ല ഗൈസ്, നല്ല കാറ്റ്, തണുപ്പ്. മഴ വരും, മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നല്ല തണുത്ത കാറ്റ്. നമ്മൾ ഈ കാറ്റും തണുപ്പൊക്കെ ആഗ്രഹിച്ചിരുന്നില്ലേ ഒരു സമയത്ത്, മാർച്ച് മാസമൊക്കെ നല്ല ചൂട് സമയത്ത് നമ്മൾ ആഗ്രഹിച്ചതാണ് ഇതുപോലൊരു കാറ്റ് വരണേന്ന്, ഒരു മഴ വരണേന്ന്. ഇപ്പോൾ തെങ്ങെല്ലാം കിടന്ന് ആടുന്നുണ്ടാ ഗൈസ്. കാറ്റും മഴ ഇതേ കണ്ട, നല്ല കാറ്റ് പറഞ്ഞണ്ട. ഇളം കാറ്റിലാടുന്ന തേങ്ങാക്കുല പോലെ വൃക്ഷങ്ങളെല്ലാം ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി അടുപ്പിലോട്ട് പോവാം, അടുപ്പിൻ്റെ മുട്ടിലോട്ട് പോവാം ഗൈസ്. ഞാൻ മസാല എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇടേണ്ടത് ഈ കിഴങ്ങ് എടുത്ത് തട്ടിയിട്ട് നമുക്ക് ഈ കുരുമുളക് പൊടി തൂക്കി കൊടുക്കാം. അല്ല, അപ്പം നമുക്ക് ചിക്കൻ ഇല്ലാതെ ചിക്കൻ കറി വയ്ക്കാം. നല്ല അടിപൊളി ടേസ്റ്റോട്ട്. ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല, കാരണം എന്താണ്, ഞാനൊരു കൂട്ടം പറയും ഇത് വച്ച് ഞാൻ, പക്ഷേ ഞാൻ ഇതിൽ ഇഞ്ചി ചേർത്തിട്ടില്ല. അതിന് വരെ ഞാൻ നല്ല വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇത് ചോറയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ എല്ലാം ഇനി ലാസ്റ്റ് ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ലാസ്റ്റ്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് അരപ്പെല്ലാം ഒന്ന് പിടിച്ച്. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങിൽ നല്ല മസാലയൊക്കെ ഇട്ടിട്ടാണ് അടച്ചു വെച്ചതിന് ശേഷം അത് മസാല പിടിച്ചിട്ടാണ് ഞാൻ ഇത് വെച്ചത്. കഴിയട്ടെ. അപ്പം ഗൈസ് നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി വെച്ചതാണ്. നല്ല ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്ത് നല്ല സൂപ്പറായിട്ട് ഇനി അത് കഴിക്കാൻ പോകണം. അവർക്കൊക്കെ കൊടുത്ത് കേട്ടോ, അവർക്കൊക്കെ കൊടുത്ത് പൂച്ചയ്ക്ക് കൊടുത്ത് എന്നിട്ട് ഞാൻ കഴിക്കും. ഞായറാഴ്ചയായിട്ട് ഇന്ന് ചിക്കൻ വാങ്ങിക്കാനോ മീൻ വാങ്ങിക്കാനൊന്നും പറ്റില്ല. ഇന്ന് മീൻകാരനൊന്നും വന്നില്ല ഇതിൻ്റെ കൂടെ. ചിക്കൻ ഇല്ലാത്ത ദിവസം ചിക്കൻ കറിക്ക് വരെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കും. അപ്പം ചിക്കൻ ഇല്ലാത്ത ദിവസം ഞങ്ങളൊക്കെ പാവപ്പെട്ടത്, ചിക്കൻ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഗുണക്കാറും കേട്ടല്ലോ. ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ.